ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ യൂണിറ്റ് 4 ആയ ദ ഹീലിംഗ് ടച്ച് എന്ന ചാപ്റ്ററിലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന സ്റ്റോറിയാണ്. മൈക്കൽ ജോർദൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്. ഇക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു മൈക്കൽ ജോർദൻ. Let's read the story of young Michael Jordan as he faces challenges in the basketball court and learns lessons about patience and hard work. നമുക്ക് കുഞ്ഞു മൈക്കലിൻ്റെ ജീവിതത്തിലെ സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. അദ്ദേഹം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ടിലും ജീവിതത്തിലും. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ചും പേഷ്യൻസ് അഥവാ ക്ഷമയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, അവൻ്റെ ഷൂസിനുള്ളിലെ ഉപ്പ്. നമുക്കവിടെ കോർട്ട് കാണാം, ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കുട്ടികൾ കളിക്കുന്നതായിട്ട് കാണാം. നമുക്ക് വായിക്കാം. മൈക്കൽ ലവ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. മൈക്കലിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി ടു ദ പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. എല്ലാ ശനിയാഴ്ചയും അവൻ അവൻ്റെ എൽഡർ ബ്രദേഴ്സ് ആയ ലാരിൻ്റെ റോണിയുടെ കൂടെ പാർക്കിലേക്ക് പോകും. അവൻ എന്തെങ്കിലും ഒരു ദിവസം കളിക്കാൻ കൂട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ പോകുന്നത്. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മാർക്ക്. അത് മാർക്കാണ്. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. അവനാണ് ആ കോർട്ടിലെ ഏറ്റവും പൊക്കമുള്ള കുട്ടി. വാട്ട്സ് ദ മാറ്റർ മൈക്കി, ടു ഷോർട്ട്? എന്താ മൈക്കി പ്രശ്നം? നീ വളരെ ചെറുതാണല്ലോ. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കൽസ് ഫേസ്. മൈക്കലിൻ്റെ മുഖത്ത് ചെറുതായി അടിച്ചുകൊണ്ട് മാർക്ക് അവനെ കളിയാക്കും. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. അവിടെ കളി നടന്നു നിൽക്കുമ്പോൾ ലാരി ഒച്ചയിടുകയാണ്, ഓവർ ഹിയർ, ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട്. ബട്ട് വെൻ മൈക്കൽ ത്രൂ ദ ബോൾ, മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നോ വെയർ ആൻഡ് നോക്ക്ഡ് ദ ബോൾ എവേ. പക്ഷേ മൈക്കൽ ബോൾ എറിഞ്ഞ സമയത്ത് മാർക്കിൻ്റെ നീളമുള്ള കൈകൾ എവിടുന്നോ വന്ന് ആ ബോൾ തട്ടിമാറ്റി. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. അത് പറന്ന് മാർക്കിൻ്റെ ടീമിലുള്ള ഒരാളുടെ കൈകളിലെത്തി. ഹീ മെയ്ഡ് ദ ബാസ്ക്കറ്റ്. അവനത് ബാസ്ക്കറ്റിലിട്ടു. ആൻഡ് ദ ഗെയിം വാസ് ഓവർ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആ കളി കഴിഞ്ഞു. എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലം ടു യങ് മൈക്കൽ? എങ്ങനെയാണ് കൊച്ചു മൈക്കലിന് മാർക്ക് ഒരു പ്രോബ്ലമായി മാറിയത്? എങ്ങനെയാണ്? യെസ്, മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. മാർക്കാണ് ആ കോർട്ടിലെ ഏറ്റവും പൊക്കമുള്ള കുട്ടി. ഹീ ഓൾവേസ് ടീസസ് മൈക്കൽ. അവൻ മൈക്കലിനെ കളിയാക്കും. എന്തിന്? ബിക്കോസ് ഹീസ് വെരി ഷോർട്ട്. അവന് പൊക്കമില്ലാത്തത് കൊണ്ട് മൈക്കലിനെ അവൻ കളിയാക്കും. അങ്ങനെയാണ് ഒരു പ്രോബ്ലമായി മാറിയത്. ഓൾ ദ വേ ഹോം മൈക്കൽ എപ്പോളജൈസ്ഡ്. വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ മൈക്കൽ ഇങ്ങനെ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവനാണ് തോറ്റത് എന്നവന് തോന്നുന്നുണ്ട്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചിയർ ഹിം അപ്പ്. അവൻ്റെ മൂത്ത ചേട്ടനായ റോണി അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ, ഡോണ്ട് വറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. നോക്കൂ അനിയ, ഇന്ന് നീ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, വിഷമിക്കണ്ട, അടുത്ത ടൈമിൽ നമ്മൾ വിജയിക്കും. When they reached home, Michael went into the kitchen where Mama was cooking dinner. അവർ വീട്ടിലെത്തിയ സമയത്ത് മൈക്കൽ അടുക്കളയിലേക്ക് പോയി. അവിടെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ? ഹി ആസ്ക്ഡ്. അമ്മ, ഞാൻ എങ്ങനെയാണ് പൊക്കം വയ്ക്കുക? അവൻ അമ്മയോട് ചോദിച്ചു. ഷീ സ്മൈൽഡ്. അമ്മ ഒന്ന് ചിരിച്ചു. ലുക്ക്ഡ് അറ്റ് മൈക്കൽ ആൻഡ് സെഡ്. എന്നിട്ട് അവനെ നോക്കിയിട്ട് പറഞ്ഞു, സോൾട്ട്. സോൾട്ട്? മൈക്കൽ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ്മ. അമ്മ എങ്ങനെയാണ് പൊക്കം വയ്ക്കുകയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഉപ്പ് എന്നാണ്. സോൾട്ട്, ഉപ്പാണോ? മൈക്കൽ അമ്മയെ നോക്കി ചോദ്യഭാവത്തിൽ നോക്കി. സോൾട്ട് ഇൻ യുവർ ഷൂസ്. വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ. നിൻ്റെ ഷൂസിനുള്ളിൽ ഉപ്പിടാം. നമ്മൾ നിൻ്റെ ഷൂസിനുള്ളിൽ ഉപ്പിടുന്നു. നീ അത് അറിയുന്നതിന് മുമ്പ് തന്നെ നീ പൊക്കം വെച്ചിട്ടുണ്ടാവും. ഷീ റിപ്ലൈഡ്. അമ്മ മറുപടി പറഞ്ഞു. ഗ്രോയിങ് മോർ എക്സൈറ്റഡ്, മൈക്കൽ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അവന് കൂടുതൽ സന്തോഷം വന്നതോടുകൂടി അവൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മമ്മ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അമ്മ, എത്ര കാലം എടുക്കും അതിന്? ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്? ഞാൻ എത്രമാത്രം പൊക്കം വെക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സ്മൈലിംഗ്, മമ്മ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. ഇത് കേട്ടപ്പോൾ അമ്മ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് അവന് വിവരിച്ചു കൊടുക്കാൻ തുടങ്ങി. ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വോട്ട് ഐ ടെൽ യു. ഇത് വർക്കാവണമെങ്കിൽ നീ ക്ഷമയോടെ കാത്തിരിക്കണം. അതുമാത്രമല്ല, ഞാൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. ഓക്കെ മമ്മ,
ഐ വിൽ ബി പേഷ്യൻറ്റ്. ശരി മമ്മ, ഞാൻ നല്ല ക്ഷമയോടെ കാത്തിരുന്നോളാം, അവൻ പറഞ്ഞു. അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് മമ്മ ടെൽ മൈക്കൽ ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ഹെർ അഡ്വൈസ്? എന്തുകൊണ്ടാണ് അമ്മ മൈക്കലിനോട് പേഷ്യൻ്റ് ആയിരിക്കാനും അവരുടെ അഡ്വൈസ് കേൾക്കാനും പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. വൈ ഡിഡ് മമ്മ ടെൽ മൈക്കൽ ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ഹെർ അഡ്വൈസ്? എന്തുകൊണ്ടാണ് അമ്മ മൈക്കലിനോട് ക്ഷമയോടെ ഇരിക്കാനും അവരുടെ അഡ്വൈസ് കേൾക്കാനും ശ്രദ്ധിച്ച് കേൾക്കാനും പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം? പൊക്കം വെക്കുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. കുറേ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഹൈറ്റ് കൂടുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. മൈക്കൽ വാണ്ട് ടു ബി ടോളർ. ബീങ് ടോളർ സൂൺ ഇസ് നോട്ട് പോസിബിൾ. സോ മൈക്കൽ വാണ്ട് ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു മദേഴ്സ് അഡ്വൈസ്. വളരെ പെട്ടെന്ന് പൊക്കം വെക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ മൈക്കലിന് ക്ഷമയോടെ കാത്തിരിക്കണം. പിന്നെ അമ്മയുടെ ഉപദേശം മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. അമ്മ പറയുന്ന പോലെ ചെയ്താൽ പൊക്കം വെക്കുമെന്നാണ് അമ്മ പറയുന്നത്. നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഡ്യൂറിങ് ഡിന്നർ മമ്മ നോട്ടീസ് ദാറ്റ് മൈക്കൽ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. ഡിന്നറിന് സമയത്ത് അമ്മ ശ്രദ്ധിച്ചത് ഇവൻ മൈക്കൽ ഒന്നും കഴിക്കുന്നില്ല. ഹി വാസ് ഡേ ഡ്രീമിങ് എബൌട്ട് ബീങ് ടോളർ. അവനിങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, പൊക്കം കൂടുന്നതിനെക്കുറിച്ച് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ ദിവാസ്വപ്നം കാണുക. മൈക്കൽ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മമ്മ സെഡ്. മൈക്കൽ, ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യ്. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും വളരില്ല, അമ്മ അവനോട് പറഞ്ഞു. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി, ഹീ സെഡ്. പക്ഷേ എനിക്ക് വിശപ്പില്ല, അവൻ പറഞ്ഞു. റേസിങ് ഹെർ ഐബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അമ്മ ദേഷ്യത്തോടെ പുരികൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് അവനെ ഒന്ന് തുറച്ചു നോക്കി. സ്ലോലി മൈക്കൽ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. അത് കണ്ടപ്പോൾ പതുക്കെ അവന് അവൻ്റെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. മിനിറ്റുകൾ കൊണ്ട് തന്നെ അവൻ്റെ പ്ലേറ്റ് ക്ലീനായി. പിന്നെ അവൻ കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം മൈക്കൽ സെറ്റ് ഹിസ് ഫേവറൈറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വോൾ. ആ ഈവനിങ്ങിൽ ഉറങ്ങാൻ സമയത്ത് മൈക്കൽ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഷൂസ് എടുത്തിട്ട് അവൻ്റെ ഫ്ലോറിൽ വെച്ചു. അവിടെ ഒരു ചാർട്ടുണ്ട്, ഗ്രോത്ത് ചാർട്ട് തൂക്കിയിട്ടുണ്ട് വാളിൽ, അതിനടുത്തായിട്ട് തന്നെ വെച്ചു. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ്, സെഡ് ഹിസ് പ്രയേഴ്സ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ബെഡ്. പിന്നെ അവൻ അവൻ്റെ പൈജാമയൊക്കെ ധരിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബെഡിലേക്ക് ചാടി, ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് പോയി. വെൻ മമ്മ കെയിം ഇൻ മൈക്കൽ വാസ് ഫാസ്റ്റ് എസ്ലീപ്. അമ്മ അവൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ മൈക്കൽ നല്ല ഉറക്കത്തിലായിരുന്നു. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മമ്മ സ്പ്രിങ്കിൾഡ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. അവൻ്റെ ബെഡിനടുത്ത് നിന്നുകൊണ്ട് അമ്മ അവൻ്റെ ഷൂസിൽ ഉപ്പ് വിതറി. അവിടെ നമുക്ക് പിക്ചർ കാണാം. അമ്മ മൈക്കലിൻ്റെ ഷൂവിനുള്ളിൽ ഉപ്പ് വിതറുന്നതായിട്ട് കാണാം. 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് മമ്മ ഗീവ് മൈക്കൽ എ സ്റ്റേൺ ലുക്ക്? എന്തുകൊണ്ടാണ് മമ്മ മൈക്കലിനെ തുറിച്ചു നോക്കിയത്? എന്തുകൊണ്ടാണ് മമ്മ ഗേവ് മൈക്കൽ എ സ്റ്റേൺ ലുക്ക്? ബിക്കോസ് ഹീ ഈസ് നോട്ട് ഈറ്റിംഗ് എനിത്തിങ്. അവനൊന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അമ്മ അവനെ തുറിച്ചു നോക്കിയത്. മമ്മ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കൽസ് ഷൂസ്. വൈ? മമ്മ എന്തിനാണ് മൈക്കലിൻ്റെ ഷൂവിനുള്ളിൽ ഉപ്പ് വിതറിയത്? എന്തിനാ? യെസ്, മൈക്കൽസ് മദർ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ബിക്കോസ് ഷീ ടോൾഡ് ഹിം ദാറ്റ് ഹി വിൽ ബി ടോളർ ഇഫ് സോൾട്ട് ഈസ് പുട്ട് ഇൻ ഹിസ് ഷൂസ്. ഷൂസിനുള്ളിൽ ഉപ്പിട്ടാൽ പൊക്കം വെക്കുമെന്ന് അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ അവൻ്റെ ഷൂസിനുള്ളിൽ ഉപ്പിട്ടത്. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കൽ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. ആ രാത്രിക്ക് ശേഷം മൈക്കൽ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഷൂസ് എടുത്ത് ധരിച്ചു. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് സാൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അപ്പോൾ തന്നെ അവൻ്റെ കാലിൻ്റെ അടിയിൽ സോൾട്ടിൻ്റെ പ്രസൻസ് അനുഭവപ്പെട്ടു. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അവന് പ്രത്യേകമായ എന്തോ ഒരു ഫീലിംഗ് തോന്നി. വിയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ. ആ ഷൂസ് ധരിച്ചുകൊണ്ട് അവൻ എല്ലായിടത്തും പോയി. ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. പക്ഷേ അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ സാറ്റർഡേയ്സിൽ പാർക്കിലേക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഇൻസ്റ്റഡ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. പകരം അവൻ വീട്ടിൽ തന്നെ നിന്നു പ്രാക്ടീസ് ചെയ്തു. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻറ്റ് ടു ദ പാർക്ക്. ആ പാർക്കിലേക്ക് അവൻ തിരിച്ചു പോകുന്നതിന് മുമ്പേ ഒരു കുറച്ച് ഇഞ്ച് കൂടിയെങ്കിലും പൊക്കം വെക്കേണ്ടതായി ഉണ്ടായിരുന്നു. അവന് കുറച്ചുകൂടി വളരണമെന്ന് തോന്നി. ആഫ്റ്റർ 2 months of practicing and waiting patiently, Michael stood next to the growth chart on his wall. 2 മാസത്തെ After 2 months of practicing and waiting patiently, Michael stood next to the growth chart on his wall. 2 മാസത്തെ പ്രാക്ടീസിനും ക്ഷമയോടുള്ള കാത്തിരിപ്പിനും ശേഷം
മൈക്കൽ അവൻ്റെ വാളിലുള്ള ഗ്രോത്ത് ചാർട്ടിൻ്റെ അടുത്ത് പോയി നിന്നു. നത്തിങ്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഹി ഹാഡൻറ്റ് ഗ്രോൺ ആൻ ഇഞ്ച്, ഒരു ഇഞ്ച് പോലും അവൻ വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്, അവൻ ആകെ നിരാശയായി. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്, പക്ഷേ അവൻ ശ്രമം ഉപേക്ഷിച്ചില്ല. ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മമ്മ സെഡ്, മൈക്കൽ തോട്ട്. എനിക്ക് കാത്തിരിക്കണം, അമ്മ പറഞ്ഞ പോലെ തന്നെ കാത്തിരിക്കണം, അവൻ ചിന്തിച്ചു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹി ഡിഡ്, അത് തന്നെ അവൻ ചെയ്യുകയും ചെയ്തു. കുറേ നേരം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 2 more months ഓഫ് പ്രാക്ടീസ് വെൻറ്റ് ബൈ ആൻഡ് സ്റ്റിൽ നത്തിങ്. 2 മാസം കൂടി പ്രാക്ടീസ് നീണ്ടുപോയി, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. നൗ മൈക്കൽ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. ഇപ്പോൾ മൈക്കലിന് കുറച്ച് വിഷമമൊക്കെ തോന്നി തുടങ്ങി. ഈവൻ ദോ മൈക്കൽ കണ്ടിന്യൂഡ് ഹിസ് പ്രാക്ടീസ്, ഹി ഹാഡൻറ്റ് ഗ്രോൺ ആൻ ഇഞ്ച്. ഇഫ് യു വെയർ ഇൻ മൈക്കൽസ് പ്ലേസ്, വാട്ട് വുഡ് യു ഡു? മൈക്കൽ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരുന്നെങ്കിലും അവനൊരു ഇഞ്ച് പോലും വളർന്നില്ല. മൈക്കലിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആകെ സാഡാകുമായിരുന്നോ, അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? എന്ത് ചെയ്യുമെന്ന് കൂട്ടുകാർ ഇവിടെ എഴുതുക. നെക്സ്റ്റ് സാറ്റർഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈ ടു ഗെറ്റ് മൈക്കൽ ടു ഗോ വിത്ത് ദം ടു ദ പാർക്ക്, ബട്ട് ഹി വുഡിൻറ്റ് ബച്ച്. അടുത്ത ശനിയാഴ്ച മൈക്കലിൻ്റെ ബ്രദേഴ്സ് അവനെ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, പക്ഷേ അവൻ വഴങ്ങിയില്ല. മമ്മ ഹാഡ് ബിഗൺ ടു വറി, അമ്മയ്ക്ക് വിഷമമാവാൻ തുടങ്ങി. വെൻ ഷീ സോ മൈക്കൽ സിറ്റിംഗ് എലോൺ ഓൺ ദ സ്റ്റെപ്സ്, ഷീ ടോൾഡ് ഡാഡി, മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. മൈക്കൽ ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പിലിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഡാഡിയോട് പറഞ്ഞു, നിങ്ങൾ അവനോട് പുറത്തേക്ക് പോയി അവനോട് സംസാരിച്ചാൽ ചിലപ്പോൾ അവൻ പോകുമായിരിക്കും. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കൽ. അതുകൊണ്ട് ഡാഡി പുറത്തേക്ക് വന്ന് മൈക്കലിൻ്റെ അടുത്തിരുന്നു. വാട്ട്സ് റോങ് ഡിയർ, യു ഹാവൻറ്റ് ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ, ആർ യു ഓക്കെ? എന്താ പ്രശ്നം ഡിയർ? നീ ഈയിടെയായിട്ട് നിൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിലേക്കൊന്നും പോകുന്നില്ലല്ലോ, നീ ഓക്കെ അല്ലേ? മൈക്കൽ ഡിഡിൻ സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. മൈക്കൽ ആദ്യം ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഡാഡി ആൻഡ് സെഡ്, പിന്നെ അവൻ അച്ഛനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഐ തോട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് ബി എ ഫ്യൂ ഇഞ്ചസ് ടോളർ ബൈ നൗ. ഞാൻ വിചാരിച്ചു ഞാൻ കുറഞ്ഞ ഇഞ്ചസ് എങ്കിലും പൊക്കം വെച്ചിട്ടുണ്ടാവും ഇപ്പോഴേക്ക് എന്നാണ് വിചാരിച്ചത്. ഐ ഡിഡ് എവറിതിങ് മമ്മ ടോൾഡ് മീ ടു ഡു, ബട്ട് നത്തിങ് ഹാപ്പൻഡ്. അമ്മ എന്നോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വൈ ഡിഡ് മൈക്കൽ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ്? എന്തുകൊണ്ടാണ് മൈക്കൽ പാർക്കിലേക്ക് അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ പോകുന്നത് നിർത്തിവെച്ചത്? ആൻസർ എഴുതാം. മൈക്കൽ സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ബിക്കോസ് നോ വൺ ഷുഡ് ടീസ് ഹിം ബിക്കോസ് ഹി ഈസ് ഷോർട്ട്. അവന് പൊക്കം കുറവാണെന്നതിൻ്റെ പേരിൽ ആരും തന്നെ അവനെ കളിയാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവൻ ഒരല്പം കൂടി പൊക്കം വെച്ചിട്ട് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പാർക്കിലേക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈക്കൽസ് മദർ ബിഗാൻ ടു വറി, വാട്ട് ഡിഡ് ഷീ ഡു ദെൻ? മൈക്കലിൻ്റെ അമ്മ വിഷമിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെന്താ ചെയ്തത്? ആൻസർ നോക്കാം. മൈക്കൽസ് മദർ ടോൾഡ് ഹിസ് ഡാഡി ടു ടോക്ക് ടു ഹിം. അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് അമ്മ ചെയ്തത്. മൈക്കൽ, വൈ ഡു യു വാണ്ട് ടു ബി ടോളർ? എന്തിനാണ് മൈക്കൽ നിനക്ക് കുറച്ചുകൂടി പൊക്കം വെക്കണമെന്ന് നീ പറയുന്നത്? ഡാഡി ആസ്ക്ഡ്. അച്ഛൻ ചോദിച്ചു. ഇഫ് ഐ വർ ടോളർ ഐ വുഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ. കുറച്ചുകൂടി പൊക്കം വെച്ചാൽ ഞാൻ നല്ലൊരു കളിക്കാരനാവും. ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ. അങ്ങനെ എനിക്ക് എൻ്റെ ടീമിനെ വിജയിക്കാൻ സഹായിക്കാൻ പറ്റും. മൈക്കൽ ആൻസർഡ്. മൈക്കൽ ഉത്തരം പറഞ്ഞു. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ. പക്ഷേ നീ നല്ലൊരു കളിക്കാരനാണല്ലോ മോനെ. ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ റൈറ്റ് ഇൻ ഹിയർ. പിന്നെ ഒരു വിജയിക്ക് ആവശ്യമായതെല്ലാം വേണ്ടതെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഡാഡി ടാപ്ഡ് മൈക്കൽ ഓൺ ഹിസ് ചെസ്റ്റ്. ഡാഡി മൈക്കലിൻ്റെ നെഞ്ചിൽ ചെറുതായിട്ട് തട്ടി. ബീങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. കുറച്ചുകൂടി പൊക്കം വെക്കുക എന്നുള്ളത് നിന്നെ കുറച്ചുകൂടി നന്നായി കളിക്കാൻ സഹായിക്കും. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. പിന്നെ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ്, പിന്നെ നിൻ്റെ ഡിറ്റർമിനേഷൻ അഥവാ ദൃഢനിശ്ചയം, ഇവയ്ക്കൊന്നും നിന്നെ സഹായിക്കാൻ കഴിയുന്നത് പോലെ വേറൊന്നിനും നിന്നെ സഹായിക്കാൻ കഴിയില്ല. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഈ കാര്യങ്ങളാണ് നിന്നെ ശരിക്കും ഒരു വിന്നറാക്കി മാറ്റുന്നത്. മൈക്കൽ തോട്ട് എബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. മൈക്കൽ ഡാഡി പറഞ്ഞതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ ചാടി എണീറ്റ് അവിടുന്ന് സ്ഥലം വിട്ടു. വെർ ആർ യു ഗോയിങ്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. നീ എവിടേക്കാണ് പോകുന്നത്? ഡാഡി ഒച്ചയിട്ടുകൊണ്ട് അവനോട് ചോദിച്ചു. ഐ ഗോട്ട് എ ഗെയിം ടുഡേ. എനിക്കിന്നൊരു കളിയുണ്ട്. ആൻഡ് ഐ എം ലേറ്റ്. ഞാൻ കുറച്ച് ലേറ്റായി പോയി. മൈക്കൽ യെൽഡ് ബാക്ക്. മൈക്കലും തിരിച്ച് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മൈക്കൽ അവിടെ കളിക്കാൻ പോകുന്ന പിക്ചർ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കൽ?
എന്തായിരുന്നു ഡാഡിയുടെ അഡ്വൈസ്? മൈക്കലിന് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ഡാഡി അഡ്വൈസ്ഡ് മൈക്കൽ ടു പ്രാക്ടീസ് വിത്ത് ഡിറ്റർമിനേഷൻ. നത്തിങ് അതേഴ്സ് ഹെൽപ്പ് യു ടു വിൻ. ജയിക്കാനുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യാനാണ് അച്ഛൻ അവനെ ഉപദേശിച്ചത്. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ അഡ്വൈസ്? ഈ ഉപദേശത്തിൻ്റെ റിസൾട്ട്, ഫലം എന്തായിരുന്നു? മൈക്കൽ ജംപ്ഡ് അപ്പ് ആൻഡ് റാൻ ടു ദ പാർക്ക് ടു പ്ലേ വിത്ത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. നല്ല ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ അവൻ കളിക്കാൻ വേണ്ടി പോയി. വെൻ മൈക്കൽ റീച്ച്ഡ് ദ പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ്. മൈക്കൽ പാർക്കിലെത്തിയപ്പോൾ കളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹീ സാറ്റ് ഓൺ ദ ബെഞ്ച് ഹോപ്പിംഗ് ഹി വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ ആൻഡ് ഹീ ഡിഡ്. അവൻ അവിടെയുള്ളൊരു ബെഞ്ചിലിരുന്നു. അവൻ എപ്പോഴെങ്കിലും കളിക്കാനൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ അവന് കിട്ടുകയും ചെയ്തു. ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദ സ്കോർ വാസ് ടൈഡ്. കളി ഏകദേശം കഴിയാനായിരുന്നു. പിന്നെ സ്കോർ ടൈ ആയിരുന്നു. ആർക്കും ജയവും തോൽവിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. വെൻ ജോൺ, വൺ ഓഫ് ദ ബോയ്സ് ഓൺ മൈക്കൽസ് ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. ആ സമയത്താണ് ജോൺ എന്ന പേരുള്ള മൈക്കലിൻ്റെ ടീമിലൊരു കുട്ടി വീണ് മുറിവ് പറ്റിയത്. ഹിയർ വാസ് മൈക്കൽസ് ചാൻസ്. ഇവിടെയായിരുന്നു മൈക്കലിൻ്റെ ചാൻസ്. മൈക്കൽ ജോയിൻഡ് ഹിസ് ടീം ഇൻ ദ ഹഡിൽ ആസ് ദേ ഗ്യാതേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഫോർ എ ടൈം ഔട്ട്. ഒരു ടൈം ഔട്ടിന് വേണ്ടി ടീം അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ മൈക്കൽ തിരക്കിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു. ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്. അപ്പോൾ ഗെയിം ടൈ ആയിട്ടുണ്ട്. ഓൾ വി നീഡ് ഈസ് 1 point. നമുക്ക് വേണ്ടത് ഒരു പോയിൻ്റാണ്. ഹു വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? ആരാണ് ഷോട്ട് എടുക്കുന്നത്? റോണി ആസ്ക്ഡ്. റോണി ചോദിച്ചു. ഹി ലുക്ക്ഡ് ഇൻ മൈക്കൽസ് ഡയറക്ഷൻ. അവൻ മൈക്കലിൻ്റെ ഡയറക്ഷനിലേക്ക്, മൈക്കലിൻ്റെ സൈഡിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കൽ സെഡ്, ഐ വിൽ ഡു ഇറ്റ്. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മൈക്കൽ പറഞ്ഞു, ഞാൻ ചെയ്യാം. വെൻ ദ വിസിൽ ബ്ലൂ ആൻഡ് ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കൽ ആസ് യൂഷ്വൽ. കളി തുടങ്ങാൻ വേണ്ടി വിസിലടിച്ചപ്പോൾ മാർക്ക് പതിവ് പോലെ തന്നെ മൈക്കലിനെ കളിയാക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്? ഇപ്പോൾ നീ വലിയ കുട്ടികളോടൊപ്പം കളിക്കാൻ ശ്രമിക്കുകയാണോ? മാർക്ക് ടോണ്ടഡ്. മാർക്ക് അവനെ കളിയാക്കി. ബട്ട് മൈക്കൽ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. പക്ഷേ മൈക്കൽ അവനെ ശ്രദ്ധിച്ചതേയില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമൈൻഡ് ടു വിൻ. പൊക്കമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അവൻ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം അവൻ വിജയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് മൈക്കൽ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ? മൈക്കലിന് എങ്ങനെയാണ് കളിക്കാനൊരു അവസരം കിട്ടിയത്? മൈക്കൽ ഗോട്ട് എ ചാൻസ് ടു പ്ലേ വെൻ ജോൺ, വൺ ഓഫ് ഹിസ് ടീം മെമ്പേഴ്സ്, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈക്കൽ ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ ടു മാർക്സ് ടോൺസ്. വൈ? മാർക്കിൻ്റെ കളിയാക്കലുകൾക്ക് മൈക്കൽ ഒരു ശ്രദ്ധയും കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ആൻസർ നോക്കാം. മൈക്കൽ പെയ്ഡ് ഫുൾ അറ്റൻഷൻ ഇൻ ദ ഗെയിം ഓൺലി. മൈക്കൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരുന്നത് ആ ഗെയിമിൽ മാത്രമായിരുന്നു. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു വിൻ ദാറ്റ് ഡേ. ആ ദിവസം അവൻ വിജയിക്കാൻ തന്നെ തീരുമാനിച്ചതായിരുന്നു. സോ ഹി ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ ടു മാർക്സ് ടോൺസ്. അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ കളിയാക്കലുകൾക്ക് അവൻ വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. ലാരി ത്രൂ ദ ബോൾ ടു മൈക്കൽ. ലാരി ബോൾ മൈക്കലിനെ എറിഞ്ഞു കൊടുത്തു. മൈക്കൽ കോട്ട് ഇറ്റ്. മൈക്കൽ അത് പിടിച്ചു. ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷത്തേക്ക് അത് മുകളിലേക്ക് ഇട്ടു. ആൻഡ് ദെൻ ടുക്ക് ഓഫ്. എന്നിട്ട് തട്ടിക്കളഞ്ഞു. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, അവൻ മാർക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ മൈക്കൽ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. മൈക്കൽ മാർക്കിൻ്റെ വലതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, മാറിക്കളഞ്ഞു. മാർക്ക് ഫോളോഡ്. മാർക്ക് അവനെ ഫോളോ ചെയ്തു. ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, പക്ഷേ അവൻ ഇപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതിനാൽ മൈക്കൽ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. മൈക്കൽ അവൻ്റെ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. എന്നിട്ട് അവൻ മാർക്കിൻ്റെ പിറകിൽ നിന്നിട്ട് ഷോട്ട് എടുത്തു. ദ ബോൾ ആസ്ഡ് ഫാർ എബോവ് ഹിസ് ഓപ്പോണൻസ് ഹാൻഡ്സ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. ദ ബോൾ ആസ്ഡ് ഫാർ എബോവ് ഹിസ് ഓപ്പോണൻസ് ഹാൻഡ്സ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. ആ ബോൾ അവൻ്റെ എതിരാളിയുടെ കൈകൾക്ക് മുകളിലൂടെ ഉയർന്നു പൊങ്ങി നിശബ്ദമായി വലയിൽ പോയി വീണു. 2 points. 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ദ ഗെയിം വാസ് ഓവർ. കളി കഴിഞ്ഞു. മൈക്കൽസ് ടീം ഹാഡ് വൺ. മൈക്കലിൻ്റെ ടീം വിജയിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കൽ ഹാഡ് ഡ്രീംഡ്. അത് തന്നെയായിരുന്നു മൈക്കൽ സ്വപ്നം കണ്ടിരുന്നത്. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ, മൈക്കൽ ടുക്ക് ഓഫ് ആൻഡ് ഡിഡിൻ സ്റ്റോപ്പ് അൺടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. അവൻ എന്താ ചെയ്തതെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ മൈക്കലിന് സന്തോഷം കൊണ്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തുന്നവരെ അവൻ സ്റ്റോപ്പ് ചെയ്തില്ല. ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്. ഡോർ തള്ളി തുറന്നുകൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മം, ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്തു അച്ഛ, അമ്മേ, ഞാനത് ചെയ്തു.
I shot right over the tall guy's head and we won the game. ഞാൻ ആ പൊക്കമുള്ള കുട്ടിയുടെ മുകളിലൂടെ ഷോട്ട് എടുത്തു, ഞങ്ങൾ ഗെയിം ജയിക്കുകയും ചെയ്തു. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം റോണി ആൻഡ് ലാരി ജോയിൻഡ് ദ സെലിബ്രേഷൻ. അവൻ്റെ പുറകെ തന്നെ ഓടി വന്നുകൊണ്ട് റോണിയും ലാരിയും സെലിബ്രേഷനിൽ ജോയിൻ ചെയ്തു. വൈ ഡിഡ് മൈക്കൽ റൺ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം? എന്തുകൊണ്ടാണ് ഗെയിം ജയിച്ചതിന് ശേഷം മൈക്കൽ വീട്ടിലേക്ക് ഓടിയത്? മൈക്കൽ റാൻ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം ടു ഷെയർ ഹിസ് ഹാപ്പിനെസ് വിത്ത് ഹിസ് മോം ആൻഡ് ഡാഡ്. അവൻ്റെ അച്ഛനും അമ്മേൻ്റെയും കൂടെ അവൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് അവൻ വീട്ടിലേക്ക് ഓടിയത്. വൈ ഡിഡ് മൈക്കൽസ് മദർ സ്റ്റോപ്പ് പുട്ടിങ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്? എന്തുകൊണ്ടാണ് മൈക്കലിൻ്റെ അമ്മ അവൻ്റെ ഷൂസിൽ ഉപ്പിടുന്നത് സ്റ്റോപ്പ് ചെയ്തത്? മൈക്കൽസ് സ്ട്രോങ് ഡിസയർ വാസ് ടു വിൻ എ ബാസ്കറ്റ്ബോൾ ഗെയിം. ഒരു ബാസ്കറ്റ്ബോൾ ഗെയിം ജയിക്കുക എന്നുള്ളതായിരുന്നു മൈക്കലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നൗ ഹി വൺ ദ ഗെയിം. ഇപ്പോൾ അവൻ ഗെയിം ജയിച്ചിരിക്കുന്നു. സോ ഹിസ് മദർ സ്റ്റോപ്ഡ് പുട്ടിങ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവൻ്റെ ഷൂസിൽ ഉപ്പിടുന്നത് നിർത്തിയത്. ഇതാണ് മൈക്കൽ ജോർദാൻ്റെ സ്റ്റോറി. കൂട്ടുകാർക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.